വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ സെമിനാരി പ്രൊഫസറും വിശ്വാസ സത്യങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നവനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ പ്രാർത്ഥനയുടെ ചില പ്രത്യേകങ്ങളായിട്ട് അബ്രാഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനാ രീതികൾ അത് അച്ഛൻ ആ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് മുഴുവൻ കഴിയില്ല. അബ്രാഹത്തിൻ്റെ വളരെ വിശദീകരിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്നുള്ളത്. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഇനി കൂടുതലായിട്ട് എന്താ വിശദീകരിക്കാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം അതിനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രാഹം എന്ന് പറയുന്ന ആ വലിയ വിശ്വാസത്തിൻ്റെ പിതാവ് ദൈവവുമായിട്ടുണ്ടായ ഇടപെടലുകളെക്കുറിച്ച് ധാരാളം അധ്യായങ്ങൾ വിവരിക്കുന്നുണ്ട് നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ. അതിലെ ഓരോ സംഭവങ്ങളോട് ബന്ധപ്പെട്ടുള്ള ദൈവവുമായിട്ടുള്ള അബ്രാഹത്തിൻ്റെ സംസാരത്തിൽ ദൈവം അബ്രാഹവുമായിട്ട് നടത്തുന്ന ഇടപെടലുകളിലെല്ലാം പ്രാർത്ഥനയുടെ പുതിയ പുതിയ മാനങ്ങൾ തുറന്നു വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അബ്രാഹത്തെ വിളിച്ച അവസരം മുതൽ തൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകനെ പോലെ തന്നെ കരുതി. എന്നിട്ട് അബ്രാഹത്തിനെ ചോദ്യം ചെയ്യാൻ ദൈവം പറഞ്ഞതുപോലെ വലിയ ജനത ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞിട്ട് കാണാണ്ടായപ്പോൾ അബ്രാഹം തന്നെ എനിക്ക് ഇത്രയും വയസ്സായല്ലോ, ഇതുവരെ എനിക്കൊരു മോനില്ല, പിന്നെ എങ്ങനെയാണ് നടക്കണേ എന്ന് ചോദിക്കാനുള്ള സന്ദേഹങ്ങൾ അറിയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതുവരെ മക്കൾ സാറായിൽ നിന്നുണ്ടാവും, സാറയാണെങ്കിൽ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലാണ്. എന്നിട്ട് ദൈവം പറയുമ്പോൾ അവൻ ഒരു പരിഹാസച്ചിരിയോടുകൂടെ കമിഴ്ന്നു കിടന്ന് ചിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്ര പോലുള്ള ഒരു ബന്ധത്തിലേക്ക് അവരുടെ പ്രാർത്ഥന അടുപ്പം വ്യക്തിബന്ധം വളർന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി അവിടെ കൊണ്ട് നിൽക്കണില്ല. സോദോം ഗൊമോറ ഒരു വലിയ സംഭവം നമ്മുടെ പഴയ നിയമത്തിലുള്ളതാണ്, നമ്മളെയൊക്കെ വളരെ സ്പർശിക്കുന്ന. അവിടെ ദൈവവുമായിട്ട് ഇടപഴകുന്നത് വാസ്തവത്തിൽ അബ്രാഹമാണ്. അബ്രാഹത്തിൻ്റെ പല പ്രാർത്ഥനകൾ അവിടെയുണ്ട്. പക്ഷേ അബ്രാഹം സോദോം ഗൊമോറയെക്കുറിച്ച് വളരെ വിഷമം തോന്നിയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സോദോം ഗൊമോറയെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അബ്രാഹമിനോട് പറയേണ്ടതല്ലേ എന്ന് ദൈവം ചിന്തിക്കുന്നുണ്ട്. അത് 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ ഒരു ആത്മഗതമായിട്ടാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന അവൻ്റെ മനസ്സിൽ ഉയരുന്ന തേങ്ങലടികൾ കൊച്ചുറേസി പറഞ്ഞതുപോലെ അതും ഈ പ്രാർത്ഥനാനുഭവത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ പറയണം, കർത്താവ് ആലോചിച്ചു, അബ്രാഹം മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കാമോ? അപ്പോൾ ആ ഉടമ്പടിയുടെ അവരുടെ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അബ്രാഹത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ രക്ഷാകര പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ വലിയൊരു വിഘ്നം വരാവുന്ന, അവന് ഭയങ്കര പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന, അവൻ്റെ വിശ്വാസത്തെ ഒരുപക്ഷെ തകർത്ത് കളയാവുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമാണ് ഞാനിങ്ങനെ ജനതയുണ്ടാക്കുന്ന ഒരു സൈഡോട് പറയാ, വേറെ ജനതയെ മുഴുവൻ കൊല്ലുക. അപ്പോൾ അത് അവനോട് പറയണ്ടേ? അപ്പോൾ ഒരു ഉടമ്പടിയിലെ ഉള്ളൊരു വിശ്വസ്തതയുടെ പ്രാർത്ഥനയിലെ ഒരു ദൈവം, നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനു വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്ന കുറേ ജൽപ്പനങ്ങൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറയൽ മാത്രമല്ല, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പറയുന്നതിലുള്ള കേൾക്കലിനും പ്രാർത്ഥനയിൽ ഇടമുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നമ്മൾ നിശബ്ദമായി കുറേ നേരം കേൾക്കണം എന്ന് പറയുന്നത്. നമ്മളാണ് ആദ്യമൊക്കെയാണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷെ ദൈവത്തിന് ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന് അബ്രാഹത്തിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അറിയിക്കാനുണ്ട്. അത് കേൾക്കാനായിട്ട് അബ്രാഹം ശാന്തമായിരിക്കണമല്ലോ.
അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് സംവദിക്കുന്നത് പോലെ ദൈവം നമ്മളോടും സംവദിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ എന്നുള്ള ആ വലിയ സത്യത്തെ വാസ്തവത്തിൽ ഈ അബ്രാഹവും ദൈവവുമായുള്ള ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ദൈവം അബ്രാഹത്തിനോട് ഇങ്ങനെ പറയണം. എന്നിട്ട് പിന്നീട് കാണുന്നത് അതിനേക്കാളും വലിയ തമാശയാണ്. കാരണം ഇവരേതാണ്ട് രണ്ട് കുഞ്ഞുകുട്ടികൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദമാണ്. അപ്പോൾ അബ്രാഹം പറയുവാണ്, ഒരു 50 പേരുണ്ടെങ്കിൽ ബാർഗൈനിങ്ങിലേക്ക് എത്തി. കൃത്യമായിട്ട് ആ വാക്കാണ്. അതായത് 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? ഇല്ല. കുറച്ചേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ സംശയമായി. പറഞ്ഞു, 40 ഒരു 5 കുറഞ്ഞാലെങ്ങനെയാണ് 45? ഇല്ല. പിന്നെ 10 കുറച്ച് അവസാനം 10 വരെയായി. ഏറ്റവും അവസാനം അവിടുന്ന് അയാൾ ചെയ്തു, ആ 10 പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ പ്രാർത്ഥനയുടെ വേറൊരു വശം തിരിയാണ്. അതായത് സാറ് നന്നായിട്ട് വാക്ക് മനസ്സിലുണ്ടായിരുന്നു. സാറ് പറഞ്ഞു ബാർഗൈനിങ്. നമ്മൾ ഒരു വിലപേശലിലേക്ക് വരികയാണ്. അങ്ങനെയും ഒരു തപ്ത മനസ്സ് പ്രാർത്ഥിക്കും. നമ്മൾ ചില നേരത്ത് സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ? ബാലിശമല്ലേ? അപ്പോൾ നമ്മൾ ചില ഉപാധികൾ ദൈവത്തോട് വയ്ക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ചില നേരത്ത് അത് നല്ല മനസ്സുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പലപ്പോഴും അത് അത്ര നല്ലൊരു രീതിയായിട്ട് കാണാറില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില ആൾക്കാർ ദൈവത്തോട്, നീ എനിക്ക് ഇത് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയുന്ന രീതിയിൽ ദൈവത്തെ ഏതാണ്ട് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നൊക്കെ ഞാൻ സാധാരണ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇവർ തമ്മിലുള്ള ആഴമായ സ്നേഹബന്ധത്തിൽ അവർ തമ്മിലുള്ള ഒരു നിൽപ്പ് ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കുമായിരുന്നേ. എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഹസ്ബൻഡ് മരിച്ചു, 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അമ്മയും മരിച്ചു. അപ്പോൾ ആ അമ്മ മരിച്ച ചടങ്ങിൻ്റെ ഒരു കാര്യമൊക്കെ നടത്തിക്കഴിഞ്ഞ് അവരുമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് അവരെന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആൾ പറയാണ്, മാതാവാണ് പുള്ളിക്ക്. അവരുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. മാതാവുമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ, ഭർത്താവുമില്ല, അമ്മയും പോയി, കുട്ടികൾ സ്കൂളിൽ പോയി. പിന്നെ ഈ പുള്ളി ശരിക്ക് സംസാരിക്കുകയാണ്. അവ സംസാരിക്കുമ്പോൾ, നീ എന്താണ് എൻ്റെ വീട് ഇതുവരെ എനിക്ക് ശരിയാക്കി തരാത്തത്? അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ മനുഷ്യൻ്റെ അമ്മമാരെ അപ്പന്മാരൊക്കെ സാധാരണ മനുഷ്യരെ ശരിക്കും വിശ്വാസമുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആഴം കൂടുമ്പോൾ ഒരു വിലപേശലൊക്കെ അതിൽ ഉണ്ടാകാം. അപ്പോൾ ഈ വിലപേശലെ അങ്ങനെയുള്ളൊരു സ്ഥാനം പ്രാർത്ഥനയിൽ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതിൻ്റെ പേരിൽ നടന്നില്ലെങ്കിൽ നമ്മൾ ദൈവഹിതം അതല്ല എന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഏറ്റവും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വലിയ പ്രാർത്ഥനയായിട്ട് പരീക്ഷണ കാലഘട്ടമായിട്ട് അബ്രാഹത്തിനുണ്ടായത് പിന്നീട് മകനുണ്ടായി ബലിയർപ്പിക്കാൻ പറയുന്ന സമയമാണ്. അപ്പോൾ ഈ ബലിയർപ്പിക്കാൻ പറയുന്ന ആ സമയത്ത് അവിടെ വാസ്തവത്തിൽ അബ്രാഹം അധികം സംസാരിക്കുന്നില്ല. ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത അബ്രാഹം അവിടെ ഒന്നും പറയുന്നില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചു. അവിടെ ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. കാരണം മോനോട് പറയണം, മോൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് വിറക് ഉണ്ട്, വസ്തു എവിടെ? അത് അവിടെ ചെല്ലുമ്പോൾ കിട്ടൂടാ എന്ന് മാത്രമേ അബ്രാഹം പറയുന്നുള്ളൂ. അപ്പോൾ ഈ ബലി അർപ്പിക്കാൻ ഇസ്ഹാക്കിനെ കൊണ്ടുപോയി നിരുന്ന ആ അവസരത്തിൽ ഒരു പ്രാർത്ഥനയിലൂടെ ഒരു മനുഷ്യൻ നടത്തുന്ന അർപ്പണത്തിൻ്റെ പ്രാർത്ഥന എന്നതിൽ ഒരു ദൈവത്തിൽ നടത്തുന്ന നമ്മുടെ ഒരു സമർപ്പണമുണ്ട്. ആ സമർപ്പണത്തിൻ്റെ പുറകിൽ വലിയ ഒരു വിശ്വാസ്യതയുണ്ട്. ഒരു നിശബ്ദ പ്രാർത്ഥനയുണ്ട് അവിടെ നിശബ്ദ പ്രാർത്ഥന. അവിടെ പ്രാർത്ഥന പ്രവർത്തനമാണ്. ഞാൻ പ്രാർത്ഥനയെ പ്രവർത്തനമായിട്ട് അവിടെ കാണുന്നത്. കാരണം ഈ ടെക്സ്റ്റിനെ വാസ്തവത്തിൽ വലിയ ചിന്തകർ സോറൻ കീർക്കഗാഡ്, അസ്തിത്വാത്മകവാദത്തിൻ്റെ ഒക്കെ തുടക്കക്കാരനാണ്. കീർക്കഗാഡ് വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വലിയൊരു പുസ്തകം തന്നെയുണ്ട് കീർക്കഗാഡിൻ്റെ. ഈ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ ഉയർത്താറുള്ള വിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. ഉദാഹരണമായിട്ട്, നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനത ഉണ്ടാക്കും, വലിയൊരു ജനതയാവും, അനുഗ്രഹിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു കുഞ്ഞിനെ കൊടുത്തു.
ആ ഉണ്ടായ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. മാനുഷിക ചിന്തയിൽ പിന്നെ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ ഒരു പോസിബിലിറ്റി ഇല്ല, മാനുഷിക ചിന്തയിൽ നിന്ന് പോസിബിലിറ്റി ഇല്ല എന്ന് മാത്രമല്ല, വക്കീലിനറിയാലോ ഇതൊരു തെറ്റായ പ്രവൃത്തിയല്ലേ ചെയ്യാൻ പറയണത്. അതായത് അവൻ പറഞ്ഞതിന് നേരെ വിപരീതമാണ് ഇപ്പൊ ചെയ്യുന്നത്. പറഞ്ഞതിന് നേരെ വിപരീതം. രണ്ടാമതായിട്ട് മനുഷ്യനെ കൊല്ലാൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ? അപ്പോ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു തെറ്റ് ചെയ്യാനായിട്ടാണ് മനുഷ്യനെ, അവൻ്റെ സ്വന്തം പുത്രനെയാണ് കൊല്ലാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഈ മൂന്നാമതായിട്ട് വരുന്ന വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ തന്നെ പദ്ധതി പൂർത്തിയാക്കാനല്ലേ എനിക്ക് മനുഷ്യനെ തന്നത്. എന്നിട്ട് ആ മനുഷ്യനെ കൊല്ലാൻ പറയുമ്പോൾ ഇപ്പോൾ കൊല്ലാൻ പറയുന്ന ദൈവമാണോ, അതോ ഇവനിൽ നിന്ന് വലിയ സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവമാണോ വിശ്വസ്തൻ? ഇതിൽ ഏത് ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്ന് അബ്രഹാം ചിന്തിക്കുന്നതാണ് കീർക്കോട് ചോദിക്കുന്നത്. അത് ഭയങ്കര ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനെ ജാക്ക് ദെറീദ എന്ന് പറയുന്ന ഫിലോസഫർ, ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്, ഇന്നത്തെ ഡീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന, അപനിർമ്മിതി എന്ന് പറയുന്ന ഒരുവിധം എല്ലാ വിജ്ഞാന ശാഖകളെയും അടിമുടി ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള ഡീകൺസ്ട്രക്ഷൻ തിയറി ഒക്കെ രൂപപ്പെടുത്തിയ ജാക്ക് ദെറീദ ഇതേ വിഷയം കീർക്കഗോഡ് പറഞ്ഞ ഈ പ്രതിസന്ധിയെ അയാളെടുത്ത് പരിശോധിക്കുന്നുണ്ട്. ഒരുവിധം ഇവരൊക്കെ തത്വചിന്തകരാണ്, പക്ഷെ അവരെല്ലാം തത്വചിന്തകർ ഈ അബ്രാഹവും ദൈവവും തമ്മിൽ നടക്കുന്ന ബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ പുറകിലുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് നിർമ്മിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ വളരെ ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ വരുന്നുണ്ട്. ദൈവമാണ് എന്നെ നയിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ഒരു വഴിയിലൂടെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ തീരുമാനത്തിന് നേരെ വിരുദ്ധമായ ഒരു കാര്യം ദൈവം എന്നോട് ആവശ്യപ്പെടുമ്പോൾ, ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ നേതാക്കൾ, സഭയുടെ നേതാക്കൾ, സമൂഹത്തിൻ്റെ നേതാക്കൾ, ഓരോ എഴുത്തുകാരുടെ, ഇവരുടെ ഇടയിൽ രണ്ട് കഥാപാത്രങ്ങൾ വന്നു നിന്നിട്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും പറയുന്നതിൽ കാര്യമുണ്ട്. ഈ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് നടക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്ന നേരത്ത് നേരെ അതിന് വിരുദ്ധമായൊരു കാര്യം വരുമ്പോൾ നമ്മൾ ഇതിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ സങ്കടം, ഇതിൽ ആരെ ഞാൻ വിശ്വസിക്കണം? എന്നോട് മകനുണ്ടാവും എന്ന് പറഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കണോ, അതോ ഈ കൊല്ലാൻ പറയുന്ന ദൈവത്തെ വിശ്വസിക്കണോ? ഇതൊരു ദൈവം തന്നെയാണോ എന്ന് പറയുന്നൊരിതിലെ ഡെറീഡ പിന്നീട് പറയുകയാണ്, അവിടെ ആ ദൈവം പറയുന്ന, ഇപ്പോൾ പറയുന്ന കാര്യം അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. യുക്തി ചിന്തിച്ചാൽ പല രീതിയിലോ ചെയ്യാൻ പറ്റൂല. ചില നേരത്ത് ആ ആൾക്ക് അന്യായമാണെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ. ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു കാര്യം വെസ്റ്റേൺ കൺട്രീസിലുള്ള പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഭാര്യ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഏത് വിശ്വാസത്തിലും നമ്മൾ എന്തുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് പ്രിഫറൻസ് കൊടുക്കണമെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാനുള്ള പ്രിഫറൻസ് നഷ്ടപ്പെടുത്തണം. സാറ് ഇപ്പോൾ ഒരു വക്കീലാണ്, ഒരു പ്രത്യേക കേസ് വാദിക്കാനുണ്ട്. അന്ന് ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് വാദിച്ചില്ലെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന 10 സെൻറ്റ് പുരയിടം നഷ്ടപ്പെടും. അന്ന് തന്നെ സാറിൻ്റെ വൈഫിന് ഒരു പ്രത്യേകമായ ഓപ്പറേഷൻ നടക്കുകയാണ്, ആസ്പത്രിയിൽ നിരന്തരമായിട്ട് ഉണ്ടായിരിക്കുകയും വേണം. പ്രിഫറൻസിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാറ് എന്ത് തീരുമാനിക്കുന്നു? അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇതിൽ ഒന്നുപോലെ ഇന്ന് കോടതി പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ആ നേരത്ത് നമ്മുടെ മനസാക്ഷിയുടെ സ്വരത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിൽ അങ്ങോട്ട് അർപ്പിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് അബ്രാഹാം എടുത്തത് ശരിയാണ് എന്ന് പിന്നീട് അവനെ കൊല്ലാൻ പോകുന്ന നേരത്ത് ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത്, ഇതിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്, ഈ പ്രാർത്ഥനയിലെ ഇങ്ങനെയുള്ള വലിയ അഗാധമായ, മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അഗാധമായ ചുഴികൾ അടങ്ങിയിരിപ്പുണ്ട്. പെരിയാർ ഒഴുകുമ്പോൾ വളരെ ശാന്തമാണ് നമുക്ക് തോന്നും, പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ പൊട്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതിൻ്റെ അടിയിൽ പോയി കാല് കുടുങ്ങിയ പിന്നെ വലിച്ചാൽ കിട്ടൂല.
ഇതുപോലെയുള്ള ചില സമസ്യകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ ആ കാര്യം നടക്കുന്നത് ഈ സമസ്യകളെക്കുറിച്ചുള്ള അവബോധവും അതിൽ നിന്ന് കരകയറാനുള്ള മനുഷ്യൻ്റെ പരിശ്രമവുമാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥന നന്നായി നടക്കണമെങ്കിൽ വിശ്വാസം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിലെ ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സഹായമില്ലാതെ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനയോ എന്ത് പ്രാർത്ഥിക്കണമെന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാനോ സാധിക്കുകയില്ല എന്നാണ് ഈ അബ്രാഹത്തിൻ്റെ ഈ പരീക്ഷണത്തിൽ നിന്ന്, ആ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് രണ്ടും ന്യായമാണ്, പക്ഷേ രണ്ടു പേർക്കും നീതി കിട്ടുകയും വേണം. പക്ഷേ എനിക്ക് രണ്ടു കൂട്ടർക്കും ഒരേപോലെ നീതി കൊടുക്കാൻ സാധിക്കുന്നുമില്ല. അപ്പോൾ ഉള്ളതിൽ ഏതാണ് ഏറ്റവും നല്ലത്? ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ്. ദൈവം എല്ലാം കാണുന്നു, ഞാൻ എല്ലാം കാണുന്നില്ല. ആ അവസരത്തിൽ ദൈവമേ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് നല്ലത് ഏതാണോ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ എന്ന് പറഞ്ഞ് അടിയറവ് പറയുന്നതാണ് പ്രാർത്ഥന. ഈ പഴയ തലമുറ അങ്ങനെ അടിയറവ് പറയാനായിട്ട് സന്നദ്ധരായിരുന്നു. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവർ ഇതാണ് നിൻ്റെ ഇഷ്ടം, ഇപ്പോൾ വളരെ ആശിച്ച് വിവാഹം കഴിച്ചു, പക്ഷേ ഞാൻ വിചാരിച്ച പാർട്ണർക്ക് ബുദ്ധിയില്ലേ ബോധമില്ല അല്ലെങ്കിൽ അങ്ങനെ കണ്ടാലും ഉടനെ വക്കീലിനെ കണ്ട് ഡൈവോഴ്സിന് അവർ പോകാറില്ലായിരുന്നു അല്ലേ. അവർ ആ അടിയറവിൽ എനിക്ക് ഏൽപ്പിച്ചെന്ന പാർട്ണർ മരണം വരെ ഞാൻ ഇയാളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തീരുമാനം ആദ്യമേ എടുത്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ആ പ്രാർത്ഥനയുടെ ഈ വശത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന് അടിയറവ് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ആളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേഗം ഒഴിവാക്കണം അല്ലേ, അങ്ങനെയുള്ളൊരു അതൊരു സംസ്കാരത്തിൽ വരുന്ന ഒരു വലിയ മാറ്റമാണെന്ന്. സംസ്കാരത്തിൽ വരുന്ന വലിയൊരു മാറ്റമാണ്. കാരണം വ്യക്തിബോധവും വ്യക്തി സ്വാതന്ത്ര്യവും ത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വളർന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് കിട്ടേണ്ട നീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ ആളുടെ കൂടെ ഇനി ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സാമൂഹികമായിട്ട് ചിന്തിക്കുക, ഇതിൽ നിന്ന് മക്കളുണ്ടായാലും നിരന്തരം വഴക്കായിരിക്കും. ആ മക്കൾ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഒരു മനസ്സിൽ ഒരു ലിറ്റിഗേറ്റിംഗ് ഫാക്ടറായിട്ട് കാണുവാണ്, ആ ഉണ്ടാകുന്ന ദുരിതത്തേക്കാൾ നല്ലത് ഞാനത് ഉപേക്ഷിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലത്തെ സന്ദർഭത്തിലാണ് ചില മനുഷ്യർ അബ്രാഹത്തെ പോലെ മറിച്ച് തീരുമാനം എടുക്കുന്നവരുണ്ട്. എൻ്റെ ബന്ധത്തിൽ തന്നെ എനിക്കറിയാം അങ്ങനെ ഒരാളെ. ഞാൻ വളരെ വിശുദ്ധനായി കാണുന്ന ഒരു ചേട്ടനാണ്. എൻ്റെ സ്വന്തം ചേട്ടനല്ല, എൻ്റെ ബന്ധത്തിലുള്ളൊരു ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇതുപോലത്തെ ഒരു കേസായിരുന്നു, ഉപേക്ഷിക്കേണ്ടതായിട്ട് വീട്ടുകാരെല്ലാവരും പറഞ്ഞു. കാരണം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാണ് മാനസിക അസുഖമുള്ള ആളാണ്. അപ്പോൾ പിന്നെ അത് ഉപേക്ഷിച്ചു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആൾ ഈ ഭാര്യയെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോഴാണ് ആ സ്ത്രീയുടെ മാനസികമായ വിഷമവും ബുദ്ധിമുട്ടും കണ്ടപ്പോൾ, അതിന് വേണ്ടത്ര പരിഗണനയും ശ്രദ്ധയും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പോയിട്ട് ആളെ തിരിച്ച് വീണ്ടും കൊണ്ടുവന്നു. അബ്രാഹത്തിൻ്റെ ആ ബലിയിൽ നമ്മൾ കാണുന്നത് ഒരു സമർപ്പണത്തിൻ്റെ ഒരു വലിയ പ്രതീകമുണ്ട്. ഒരുപക്ഷെ പ്രാർത്ഥനയുടെ വലിയൊരു ഭാവമാണ് അബ്രാഹാം തൻ്റെ ആ സ്വന്തം മകനെ തന്നെ ബലിയർപ്പിക്കാൻ, നേരത്തെ നമ്മൾ വിവരിച്ച വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയുടെയൊക്കെ ഒടുവിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു തീരുമാനം അങ്ങോട്ട് എടുത്ത് ആണ് കത്തി കയ്യിലെടുത്ത് ഈ ഇസ്ഹാക്കിനെ കൊല്ലാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ അവസരത്തിൽ ദൈവം തന്നെ ഇടപെടുകയാണ്. ദൈവം ഇടപെട്ടിട്ട് ദൈവം പറയുന്ന വാക്കുകൾ ബൈബിളിൽ വളരെ പ്രധാനമാണ്. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ദൂതനാണ് അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനൊന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി, കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അപ്പോൾ ഈ മണൽത്തൈകളിൽ നിന്ന് പോലും സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൽ അവൻ വിശ്വസിച്ചുകൊണ്ട് ആ അവസരത്തിലെ മകനെ കൊല്ലാൻ തയ്യാറായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ സാർവത്രിക മതബോധനം പറയുന്നത്. ഇതിൽ നിന്ന് പ്രാർത്ഥനയുമായിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിലാണ് പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് അർപ്പണത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ നന്മയായ രണ്ട് കാര്യങ്ങൾ, രണ്ടും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലേത് തീരുമാനിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റാതെ കടന്നു വരുമ്പോൾ അവൻ അവസാനം
ആ നേരത്തെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് അത് സാധിക്കുക. ആ ദൈവത്തിൻ്റെ സഹായം കൊണ്ട്, ആ കൃപാവരത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ആ പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ കേട്ട് എടുക്കുന്നൊരു തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിൽ വലിയൊരു സമർപ്പണമുണ്ട്, വലിയൊരു അപകടമുണ്ട് അതിൽ. പക്ഷെ അതിന് തയ്യാറാകുമ്പോഴാണ് ദൈവം ഇടപെട്ടിട്ട് അവനെ രക്ഷിക്കുന്നത്. ആ തീരുമാനം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സ്വന്തമല്ല, അത് ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നതായിട്ടാണ്. അതിനുള്ള അവൻ്റെ സഹകരണം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് ദൈവം തടഞ്ഞത്. പക്ഷെ അവിടെ വെച്ച് അബ്രാഹാം നിർത്തിയില്ല. അബ്രാഹാം എന്ത് ചെയ്തു? ബലി പൂർത്തീകരിച്ചു. മകനെ കൊടുത്തില്ല. പക്ഷേ ആ നേരത്ത് പിന്നിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ആടിനെ കണ്ടു. ആ ആടിനെ ആ മകനെ കൊടുക്കുന്നതിൻ്റെ പകരമായിട്ട്, അതായത് ഞാൻ മകനെ കൊടുത്തു, അങ്ങ് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ഇന്നൊക്കെ അർപ്പിക്കുന്ന നമ്മളെ തന്നെ കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ് ബലി. അന്ന് മകനെ തന്നെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആടിനെ സമർപ്പിച്ചതുപോലെ ഇന്ന് നമ്മളും വിശുദ്ധ ബലിക്ക് ചെല്ലുമ്പോൾ നമ്മളവിടെ ചെയ്യുന്ന അച്ഛനെ ഒരു 100 രൂപയുടെ ഇൻറ്റൻഷൻ നമ്മൾ കൊടുത്തിട്ടാണല്ലോ ചെല്ലിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെല്ലിക്കുമ്പോൾ അത് വെറുതെ ഒരു ചടങ്ങല്ലെന്നും. അതന്നെയല്ല, അത് പറയുമ്പോൾ ഈ കാഴ്ച സമർപ്പണം ഉണ്ടല്ലോ, ആ കാഴ്ച സമർപ്പണത്തിൽ നമ്മുടെ പ്രയറിൽ വരുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ്. ജർമ്മനിയിലേക്ക് നമുക്ക് വിസ കിട്ടണം, IELTS പാസ്സാവണം, അങ്ങനെ വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനാണ് ഈ ബലിയിൽ വരുന്നത്. പക്ഷേ കാഴ്ച സമർപ്പണത്തിൽ നമ്മൾ ഏറ്റവും 10 റുപ്യ ഇടുന്നത്. അതെ. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യുമോ? അതായത് അതിൻ്റെ ഏത് അരൂപിയോടുകൂടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിനും അറിയാം, ഞാൻ വിസ കൊടുക്കാൻ 5 ലക്ഷം കൊടുത്തിട്ട് പാപ്പരായിരിക്കുന്ന അവസരത്തിൽ 5 ലക്ഷം ഞാൻ അവിടെ ഇടില്ല എന്ന് ദൈവത്തിനും അറിയാം. പക്ഷേ ആ അവസരത്തിൽ പോലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവമേ, ഇനി അതല്ല, എനിക്ക് ആ വിസ കിട്ടേണ്ടതല്ല, നഷ്ടപ്പെട്ടു പോകേണ്ടതാണെങ്കിൽ, അതാണ് അങ്ങയുടെ വരവെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള, രണ്ടും കൽപ്പിച്ചുള്ള കണ്ണടച്ചുള്ള ഒരു സമർപ്പണത്തെക്കുറിച്ചാണ് ഈ ഷാഗ്ദറിത ഒക്കെ പറയുന്നത്. അവിടെയാണ് ശരിക്കും വിശ്വാസമുള്ളത്. അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ട് നടത്തുന്ന ഈ ബാഹ്യ അനുഷ്ഠാനത്തിന് ഒരു വിലയുണ്ട്. പക്ഷെ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കും ബലികൾക്കും പ്രാർത്ഥനയ്ക്കൊക്കെ അർത്ഥം ഉണ്ടാകുന്നത് നമ്മൾ അതിൽ നമ്മളെ തന്നെ സ്വന്തം മകനെ പോലെ പോലും സമർപ്പണം ചെയ്യാൻ കാണിക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്, സഹനത്തിന് വേണ്ടിയുള്ള മുന്നിട്ടിറങ്ങലിലാണ് ആ ബലി പൂർത്തിയാകുന്നുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശം കൂടി പ്രാർത്ഥനയെക്കുറിച്ച് വാസ്തവത്തിൽ ഈ അബ്രാഹത്തിൻ്റെ ബലിയിൽ കാണുന്നുണ്ട്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. ഈ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ, അല്ല അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന രീതികളെ കുറിച്ചിട്ടാണ് അച്ഛൻ വിശദീകരിച്ചത്. ഇത് പ്രേക്ഷകർക്ക് അവരുദ്ദേശിച്ച തരത്തിലല്ല പ്രാർത്ഥനയെക്കുറിച്ച് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞു, ഒരു പ്രാർത്ഥന പുസ്തകം നോക്കി വായിക്കുന്നതും പള്ളിയിൽ പോയിരുന്നത് പ്രാർത്ഥിക്കുന്നതുമാണ് പ്രാർത്ഥന എന്ന് കരുതുന്ന അനേകം പ്രേക്ഷകർ നമുക്കുണ്ട്. അവർക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി ഇത് മനസ്സിലാവാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു. അച്ഛന് നന്ദി പറയുന്നു. പ്രാർത്ഥനയെക്കുറിച്ചുള്ള തുടർ എപ്പിസോഡുകൾ കാണണം. ഈ എപ്പിസോഡിൽ അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന രീതികളെക്കുറിച്ച് അച്ഛൻ വിശദീകരിച്ചു. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളിലൂടെ നമ്മുടെ യാത്രയിൽ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഭാവങ്ങളിൽ മാറ്റം വരാനായിട്ട് ഇത് ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.